ഹലോ, ഇന്ന് മാംഗോ പുഡിംഗ് ആക്കിയാലോ? അതിന് നല്ല പഴുത്ത മാങ്ങ തൊലി കളഞ്ഞിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഈ മാങ്ങ നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇനി വേറൊരു സോസ് പാൻ എടുത്തിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ പാലും 3/4 കപ്പ് പഞ്ചസാരയും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിലേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ കസ്റ്റർഡ് പൗഡർ ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂണും കുറച്ച് പാലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഈ പാലൊന്ന് തിക്കായി വരുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ഒരു ട്രേ എടുക്കുക. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തിളപ്പിച്ച മാംഗോ പ്യൂരി ഒഴിക്കുക. പിന്നെ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ അറ്റം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഭംഗിക്ക് വേണമെങ്കിൽ. ഞാൻ ഇവിടെ കട്ട് ചെയ്യണമൊന്നുമില്ല. അത് നിരത്തി വെക്കുക. അതിൻ്റെ മേലെ നമുക്ക് കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊഴിച്ച് കൊടുക്കുക. ശേഷം വീണ്ടും മാംഗോ പ്യൂരി ഒഴിക്കുക. വീണ്ടും ഇതേ സെയിം പ്രോസസ്സ്, ബ്രെഡ് വെക്കുക, കസ്റ്റാർഡ് ഒഴിക്കുക. വീണ്ടും ഇതേ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നല്ലോ, ആ വിപ്പിംഗ് ക്രീമും കൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് വെക്കുക. ശേഷം അതിൻ്റെ മേലെ നമുക്ക് കുറേശ്ശെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മാംഗോ ഉണ്ടല്ലോ, മാംഗോ കൂടിയിട്ട് നിരത്തി വെക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. സെറ്റ് ചെയ്യാൻ ഒരു 3-4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്യണം. നമ്മളിവിടെ സെറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. നമ്മളൊരു അരമണിക്കൂറായപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു തിരക്കിൻ്റെ പേരിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടെ സെറ്റ് ആവാനുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഐറ്റത്തിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ മാംഗോൻ്റെ സീസണൊക്കെ ആണല്ലോ, അപ്പോൾ പറ്റണം പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ നിന്ന് എടുക്കുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.